ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കഴിവുകാരായിട്ടുള്ള ഈ മക്കളെ വാഴ്ത്തണമേ. അവിടുത്തെ കൃപയും അനുഗ്രഹവും സന്തോഷവും അനുഭവിപ്പാൻ നീ ഞങ്ങളവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ വിഷയങ്ങൾ രോഗങ്ങളാകാം, മാനസിക സംഘർഷങ്ങളാകാം, മാനസിക പ്രയാസങ്ങളാകാം. ആരാധനയ്ക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഉള്ളങ്ങളെ പരിശോധിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അറിഞ്ഞ് വിഭാഗിച്ച് നൽകണമേ. അടിയനെയും ബലപ്പെടുത്തണമേ. കഴിവുകാരെ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെയും ആമേൻ. ഇന്ന് തിരുസഭ ചിന്തിക്കുന്നത് തൃത്വത്തിലൊരുവനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. പിതാവായ ദൈവത്തെ നാം അറിയുന്നതും പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം മനസ്സിലാക്കുന്നതും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതും പുത്രനായ യേശുക്രിസ്തുവിലൂടെയും തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിലൂടെയുമാണ്. എബ്രായ ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ റൂഹ എന്ന ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. റൂഹ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റ് അല്ലെങ്കിൽ ശ്വാസം എന്നുള്ളതാണ്. ഗ്രീക്ക് ഭാഷയിൽ പാറാക്ലിത്ത എന്നുള്ള ഒരു പദമാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കുന്നത്. അർത്ഥം കാറ്റ് അല്ലെങ്കിൽ ശ്വാസം എന്നുള്ളതാണ്. പാറ അല്ലെങ്കിൽ പാറ എന്ന് പറഞ്ഞാൽ പാർശ്വം, വശം, അരിക് എന്നുള്ളതാണ്. ക്ലീട്ടാസ് എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടവൻ എന്നുള്ളതാണ്. പാറാക്ലിത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അരികിലേക്ക്, പാർശ്വത്തിലേക്ക് വിളിക്കപ്പെട്ടവൻ എന്നുള്ള ഒരർത്ഥമാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യന് ദിവ്യമായിട്ടുള്ള സാന്നിധ്യവും ദിശാബോധവും നൽകുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. മനുഷ്യൻ്റെ ചിന്തകളെയും വിചാരങ്ങളെയും ദീപ്തമാക്കുന്ന ഒരു പ്രത്യേകമായ അനുഭൂതിയുടെ അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ ദേവൻഗേൻ വായിച്ചു കേട്ട ഭാഗത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് വായിക്കുന്നത് കാര്യസ്ഥൻ എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. അവൻ, ഹി എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മളെ ബോധം വരുത്തും. അതിൽ 14, 16, 26 വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മളെന്നും ഉരുവിടുന്നതായിട്ടുള്ള വിശ്വാസമുണ്ട്. പിതാവായ സർവശക്തനായ എന്നുള്ള ആ ഭാഗം അത് താഴോട്ട് വായിക്കുമ്പോൾ പിതാവാരാണ്, പുത്രനാരാണ്, പരിശുദ്ധാത്മാവാരാണ് എന്നുള്ളതിനെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ സഭയുടെ വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസാചാരങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അതിൽ മനസ്സിലാക്കാൻ കഴിയും. AD 325 സഭാപിതാക്കന്മാർ നിഖ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവരെഴുതിയുണ്ടാക്കിയതായിട്ടുള്ള വിശ്വാസ പ്രമാണമാണ്. നമ്മുടെ കൂദാശകളിലെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്. എന്നാൽ ഒരു കൂദാശയ്ക്ക് വിശ്വാസ പ്രമാണം ചെല്ലുന്നില്ല. എന്തിനാണെന്നറിയാമോ? വിശ്വാസ പ്രമാണം ചെല്ലാത്തൊരു കൂദാശ ഏതാ? പറ. പണ്ട് സെമിനാരി പഠിക്കാൻ ചെന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, വിശ്വാസ പ്രമാണം ചെല്ലാത്ത കൂദാശ ഏതാണ്? അപ്പോൾ അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ മധുവായിൽ അസിസ്റ്റ് ചെയ്യുന്ന ഒരു മകനാണ്. അപ്പം തിരുമേനി ചോദിച്ചു, ഇത്രയും നാൾ അസിസ്റ്റ് ചെയ്തിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാത്തൊരു കൂദാശ അറിയാമെന്ന് ചോദിച്ചു. വിവാഹത്തിന് വിശ്വാസ പ്രമാണം ചെല്ലത്തില്ല, മനസ്സിലായി? ബാക്കി എല്ലാ കൂദാശയ്ക്കും വിശ്വാസ പ്രമാണം ചെല്ലും. അതിൽ പിതാവായ സർവശക്തനായ ആ ഭാഗം, പുത്രനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഭാഗം എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ടാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. ഒരു ശക്തിയുടെ ഉറവിടമായിട്ടുള്ള, മനുഷ്യന് ശക്തി ലഭിക്കുന്നതായിട്ടുള്ള ഒരനുഭവമാണ് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ്. ഒരു കാറ്റ് വന്ന് ഏലിയാവിനെ എടുത്തുകൊണ്ട് പോയി. ഒരു മുൾപ്പടർപ്പ് എരിഞ്ഞു. മോശ മുൾപ്പടർപ്പ് എന്താണെന്ന് നോക്കാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ നിന്നൊരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയാനായിട്ട് പറഞ്ഞു. വിശുദ്ധിയോടെ ഈ സന്ധിയിൽ വരണം, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, വിശുദ്ധിയോടെ വരണം എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായം വായിക്കുമ്പോൾ
ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചതായിട്ടുള്ള സൃഷ്ടി ചരിത്രത്തെക്കുറിച്ച്, മനുഷ്യന് സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യസൃഷ്ടിയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, ഒന്നാം ദിവസം സന്ധ്യായ വിശ്വാസമായ ഒന്നാം ദിവസം ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സന്ധ്യായ വിശ്വാസമായ രണ്ടാം ദിവസം ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ഊതി, ദൈവത്തിൻ്റെ ശ്വാസത്തെ ഊതി, ദൈവത്തിൻ്റെ റൂഹായെ ഊതി, ദൈവത്തിൻ്റെ പാരാക്ലിത്തായെ ഊതി. അപ്പോൾ മനുഷ്യൻ എന്തായിട്ട് മാറി? ജീവനുള്ളവനായിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, സർവശക്തൻ്റെ ശ്വാസം മനുഷ്യന് വിവേകം നൽകുകയാണ്. അതുകൊണ്ട് സൃഷ്ടിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്, ഒരു കാര്യസ്ഥനാണ്. തൃത്വത്തിൽ മൂന്നാമനായ കാര്യസ്ഥൻ ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആ കാര്യസ്ഥൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധം വരുത്തും എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. സൃഷ്ടിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, അതുമാത്രമല്ല പുനഃസൃഷ്ടി ചെയ്യുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മനുഷ്യൻ പാപത്തിനും അന്ധകാരത്തിനും അടിമത്തത്തിനും വിധേയമായപ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ഒരുവായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നമ്മളെ വീണ്ടെടുത്തു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പുനഃസൃഷ്ടി ചെയ്യുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മളെ സൃഷ്ടിക്കുവാൻ മാത്രമല്ല പുനഃസൃഷ്ടി ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, തുപ്പൻ കോളാമ്പി കഴുകി വൃത്തിയാക്കി പായസം തന്നാൽ നാം കുടിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. അത് ഉടച്ചു വാർക്കുന്നു. എന്നെ നിങ്ങളെയും ഉടച്ചു വാർക്കുന്ന ദൈവത്തിൻ്റെ ആളത്വമാണ് പരിശുദ്ധാത്മാവ്. ആമീൻ. എന്നെ നിങ്ങളെയും ഉടച്ചു വാർക്കുന്നതായിട്ടുള്ള, തകർക്കുന്നതായിട്ടുള്ള, എന്നെ നിങ്ങളെയും ഉടച്ചു വാർത്ത് പുതിയ മോൾഡ് ചെയ്യുന്ന, പുതിയ രൂപമായിട്ട് തീർക്കുന്ന ദൈവത്തിൻ്റെ ആളത്വമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഒരു സെൻറ്റൻസ് പറഞ്ഞത്, സർവശക്തൻ്റെ ശ്വാസം മനുഷ്യന് വിവേകം നൽകുന്നു എന്ന് പറഞ്ഞു. ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. ശൗൽ രാജാവായി. എന്നാൽ ശൗൽ ദൈവഗീതം വ്യതിചലിച്ചപ്പോൾ ശൗലിനുണ്ടായ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുമാറി. ശൗൽ ആരായിട്ട് മാറി? ശപിക്കപ്പെട്ടവനായിട്ട് മാറി. അനുഗ്രഹം ശാപമായി മാറി. ശൗൽ ശപിക്കപ്പെട്ടവനായി മാറി. പിന്നീട് രാജാധികാരം ഏറ്റതായിട്ടുള്ള ദാവീദ് പ്രാർത്ഥിക്കുന്ന 51-ാം സങ്കീർത്തനമുണ്ട്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, സ്ഥിരമായുള്ള ഒരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ, നിൻ്റെ സന്ദേശം തന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ വിശുദ്ധ റൂഹായെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ശൗലിൽ കൂടെ കൂടെ വരുവാനിടയായ ആത്മാവിനെയല്ല, സ്ഥിരമായുള്ളൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണമേ, വിവേകത്തിൻ്റെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സാധാരണ ശുശ്രൂഷകളെല്ലാം 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവേകത്തിൻ്റെ ആത്മാവെ ഞങ്ങളുടെ ഇടയിൽ വന്ന് ഞങ്ങൾക്ക് വിവേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഇടവരണം. സ്ഥിരമായി നിൽക്കുന്ന ഒരാത്മാവിനെ നിർമ്മലമായ ഹൃദയത്തിൻ്റെ അനുഭവമുള്ളവരായി തീർക്കണമെന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കൂദാശകളിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കൂദാശകളുടെ എല്ലാം കാർമ്മികൻ അച്ഛനോ തിരുമേനിയോ ആണെങ്കിലും പരിശുദ്ധാത്മാവാണ് അതിൻ്റെ കാര്യസ്ഥൻ എന്നുള്ളത് ഓർക്കണം. പട്ടംകുട ശുശ്രൂഷ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പട്ടംകുട ശുശ്രൂഷയിൽ മെത്രാപ്പൊലീത്ത തിരുമേനി ആ സ്ഥാനാർത്ഥിയുടെ തലയിൽ കൈവച്ചിട്ട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ ശുശ്രൂഷ പൂർണ്ണമാകുന്നത് ബലഹീനരായ ഞങ്ങളുടെ കൈവപ്പ് മൂലമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണ് ഈ ശുശ്രൂഷ പൂർണ്ണമാകുന്നത് എന്ന് പറയാറുണ്ട്. നമ്മുടെ അപവീഞ്ഞങ്ങൾ വാഴ്ത്തുന്നതായിട്ടുള്ള വിലയേറിയ 2ാം ഭാഗം ശുശ്രൂഷയുണ്ട്. അച്ഛൻ പദവിയിൽ കയറി, കൈ കഴുകി പദവിയിൽ കയറി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ഈ അപ്പം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ അപ്പം ഒരിക്കലും അത് മാംസമോ അത് രക്തമോ ആകുന്നില്ല, പിന്നെയോ വസ്തുമാറ്റോപദേശത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, പിന്നെയോ
കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ഓർമ്മയാണ്, ഫെലോഷിപ്പാണ്. ആ കൂട്ടായ്മയുടെ വലിയ അനുഭവമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെ അനുഭവമാക്കി തീർക്കുവാൻ ഇടവരട്ടെ എന്നാണ് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത്. ഈ അപ്പം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂദാശകളിൽ നിർണായകമായ സ്ഥാനം ഈ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനുണ്ട്. ഈ ശുശ്രൂഷ പൂർണ്ണമാകുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. പരിശുദ്ധാത്മാവില്ല എങ്കിൽ, തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നില്ല എങ്കിൽ ഇതൊരിക്കലും കൂദാശയായി തീരുകയില്ല. ഇത് വായിച്ച് തീർക്കുന്ന ഒരനുഭവമായിട്ടേ തീരുകയുള്ളൂ. അതുകൊണ്ടാണ് ചില ആളുകൾ പറയും, ആരാധനയ്ക്ക് രസമില്ലായിരുന്നു എന്ന് പറയും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരിൽ വ്യാപരിച്ചിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചോദിച്ച വേറൊരു ചോദ്യം കൂടിയുണ്ട്. ഈ സദസ്സിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ സദസ്സിൻ്റെ പ്രാധാന്യം എന്താണ്? ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങളാരെങ്കിലും യേശുക്രിസ്തുവിനെ ഇപ്പോൾ ഭൗതികമായി കാണുന്നുണ്ടോ? ഗീവർഗീസ് തോമസ് അച്ഛൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ യേശുവിൻ്റെ ഭൗതിക രൂപം നിങ്ങൾ കാണുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അകക്കൊണ്ടുകൊണ്ട് യേശുവിൻ്റെ രൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെ അദൃശ്യമായ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കുർബാന യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കുർബാന അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമായ സാന്നിധ്യം നിങ്ങൾ ഈ പകൽക്കാലം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട അനുഭവങ്ങളാണ് പറഞ്ഞു വിടുന്നത്. ഒന്ന്, അവസാനം പറയുന്ന ഒരു റൂസ്മയുണ്ട്. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന് ജയം നൽകുന്ന സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഏവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവിയുമായിടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സഹായം ലഭിക്കാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇത് പാപമോചനത്തിൻ്റെ ശുശ്രൂഷയാണ്. നുറുക്കപ്പെടൽ ജീവിതത്തിലുണ്ടായിരിക്കണം. പാപമോചനത്തിൻ്റെ അനുഭവമാണ് ഇത്. രോഗശാന്തിയുടെ അനുഭവമാണ്. വിശുദ്ധ കുർബാന ഹീലിംഗ് ഉണ്ടാകുന്ന അനുഭവമാണ്, രോഗശാന്തിയാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നതെന്ന് പറയുമ്പോൾ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ജനങ്ങൾ പറയുന്ന പ്രാർത്ഥനയുണ്ട്? ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏറുഹായും. ജനങ്ങളെല്ലാം വിളിച്ചു പോവുകയാണ്, ഞങ്ങളാരും യോഗ്യരല്ല, ഏകപിതാവും പുത്രനും പരിശുദ്ധ പിതാവും മാത്രമേ പരിശുദ്ധനുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കിത് തരണമേ എന്ന് ജനം അവിടെ വിളിച്ച് കൂവുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്. വായിച്ച അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നേക്കും കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്നേക്കും കൂടെ ഇരിക്കുന്നവനാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവിൻ്റെ ക്രൂശീകരണം നടന്നപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായ വലിയൊരു ഭാവവ്യത്യാസം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചു. എല്ലാവരും പേടിച്ച് വിറച്ച് മുറികളിൽ പോയി കതകടച്ചിരുന്നു. മുറികളിൽ പോയി ധൈര്യം നഷ്ടപ്പെട്ട് മരണതുല്യരായി മുറികളിലിരുന്നു. അപ്പോഴാണ് യേശു കർത്താവ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു ഓൾ. അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യം ഇവിടെ ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ധൈര്യമില്ലാതെ മരണതുല്യരായിരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് യേശു കർത്താവ് പറഞ്ഞതായിട്ടുള്ള ആ വാചകമാണ് വിശുദ്ധ കുർബാനയുടെ മർമ്മം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമാധാനം. അതുകൊണ്ട് രോഗം വന്നിരിക്കുന്ന ആളുകൾക്ക് രോഗശാന്തിയാണ്. അതുപോലെ തന്നെ പാപമോചനം നേടുന്നവർക്ക് പാപമോചനമാണ്. അതോടൊപ്പം തന്നെ സമാധാനത്തിൻ്റെ ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന. ഇവിടെ വന്നിരിക്കുന്ന പല ആളുകൾ പല വിഷയങ്ങൾ വന്നിരിക്കുന്നവരുണ്ട്. ഭർത്താവ് സുഖമില്ലാതെ ഭവനങ്ങളിലാണ്, ഭാര്യ സുഖമില്ലാതെ ഭവനങ്ങളിലാണ്. അതുപോലെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ, അതുപോലെ തന്നെ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, മറ്റുള്ളവരോട് പങ്കുവെക്കാനാകാത്ത ജീവിതാനുഭവങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, ഒരു കുഞ്ഞകാലത്തിൽ മരിച്ചുപോയി ആ കുഞ്ഞിൻ്റെ നുറുങ്ങുന്നതായിട്ടുള്ള നൊമ്പരങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടുള്ള അനേക പ്രിയപ്പെട്ടവർ, ഇവരെല്ലാം നോക്കിക്കൊണ്ടാണ് അച്ഛൻ പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ 200 പേര് ഇരിപ്പുണ്ടെങ്കിൽ 200 പേരുടെയും വിഷയങ്ങൾ 200 എണ്ണമാണ്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും ശാശ്വത പരിഹാരമായിട്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ശുശ്രൂഷയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയായിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരണം.
ആഴമേറിയ പാപബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കൺവെൻഷനുകളെല്ലാം ഒരു ചടങ്ങായി ഇന്ന് മാറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി നടത്തുന്ന ഒരു ചടങ്ങായിട്ട് കൺവെൻഷനുകൾ മാറുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആഴമേറിയ പാപബോധം ആരുടെയും ജീവിതത്തിലുണ്ടാകുന്നില്ല. ഒരു കർമാദികളിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ആഴമേറിയ പാപബോധം നമ്മുടെ ഓരോ യോഗങ്ങളിലും ഉണ്ടായിരിക്കണം. ചില ആളുകൾ ചിലപ്പോഴൊക്കെ പറയും, ഇന്നത്തെ പ്രസംഗം ഇന്നാരെ കേൾക്കേണ്ടതായിരുന്നു, ആ ആളിനെക്കുറിച്ച് ആണ് പറഞ്ഞത്, പക്ഷെ വന്നില്ല എന്ന് പറയും. പക്ഷേ ഇന്നാരെക്കുറിച്ചല്ല, നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞത്. എൻ്റെ മുമ്പിരിക്കുന്ന എല്ലാവരെക്കുറിച്ചുമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം കാലം ചെയ്തതായിട്ടുള്ള KP യോഹന്നാൻ മെത്രാപ്പൊലീത്തായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം പ്രസംഗിക്കുന്നത് ജനങ്ങളോടല്ല, ഓരോ വ്യക്തികളോടുമാണ് സംഭാഷണം നടത്തുന്നത്. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രൊഫഷണലൊക്കെ കേൾക്കുമ്പോൾ പറക്കി ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിലാണ് സംഭാഷണം നടത്തുന്നത്. ആ ഓരോ പ്രസംഗവും ഓരോ വ്യക്തികളോടാണ്. റേഡിയോയിലൂടെയും മൈക്കിലൂടെയും ഒക്കെ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമാണ് പറയുന്നത്. അതുകൊണ്ട് ഓരോ പ്രസംഗങ്ങൾ നമ്മൾ ഓരോരുത്തരോടുമാണ്. ചില ആളുകൾ പറയും, ഇന്നത്തെ പ്രസംഗം എന്നെ കുത്തിയാണ് പറഞ്ഞത്. കുത്തുകൊള്ളണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ആളുകളെക്കുറിച്ചല്ല, വന്നിരിക്കുന്ന ആളുകൾ കേൾക്കണം. വന്നിരിക്കുന്ന ആളുകളെക്കുറിച്ച് തന്നെയാണ് കുത്തുകൊള്ളുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം. ആ കുത്തൽ ജീവിതത്തിൽ ആവശ്യമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മനോരമയിൽ മറ്റ് മാധ്യമങ്ങളിലും പത്രങ്ങളിലുമൊക്കെ കീഴടക്കിയതായിട്ടുള്ള വാർത്ത നിങ്ങൾ വായിച്ചു. നക്സലിസ്റ്റ് നേതാവായിരുന്ന വർഗീസിനെ വയനാട്ടിലെ പുൽപ്പള്ളി കാടുകളിൽ രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിൾ വേറൊരു DSPയുടെ ആജ്ഞ അനുസരിച്ച് വെടിവെച്ച് കൊന്നു. ആ സ്ഥലങ്ങളിലൊക്കെ പോകുവാനുള്ള ഭാഗ്യം എനിക്ക് മാധ്യമ സമയങ്ങളിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. നക്സലിസ്റ്റ് നേതാവായിട്ടുള്ള വർഗീസിനോടൊപ്പം പ്രവർത്തിച്ച പല നേതാക്കന്മാരും ഇന്ന് സാമൂഹിക പ്രവർത്തകരാണ്. മനുഷ്യവിമോചനത്തിൻ്റെ വലിയ വലിയ വ്യക്താക്കളായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഈ നക്സൽ വർഗീസിനെ വെടിവെച്ച് വന്ന ശേഷം രാമേന്ദ്രൻ നായർ 25 വർഷക്കാലം ആ രഹസ്യം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. പക്ഷെ സൂക്ഷിപ്പാൻ സാധിച്ചില്ല. 26ാമത്തെ വർഷം ആ രഹസ്യം ലോകത്തോട് പറഞ്ഞു, ഞാനാണ് വെടിവെച്ച് കൊന്നത് എന്ന് പറയുകയുണ്ടായി. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ പ്രിസൺ ഇവാഞ്ചലിസം എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് പോയി. പാസ്റ്റർ കുഞ്ഞുമോൻ ചാക്കയാണ് അതിന് നേതൃത്വം നൽകിയത്. സെമിനാരിൽ നിന്ന് MJ ജോസഫച്ചൻ എന്നെയും വേറെ ഒരച്ഛനെ കൂടെ അവിടെ പഠിക്കുവാനായിട്ട് വിട്ടു. അന്ന് ഞങ്ങൾ സ്റ്റുഡൻസാണ്. അപ്പോൾ അവിടെ കുഞ്ഞുമോൻ ചാക്കോ പ്രസംഗിച്ചപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ജയിലിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയി. അപ്പോൾ ഒരു വനിതാ ലേഡി അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് എനിക്കൊരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതിനുള്ള സമയമാണല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ നുറുങ്ങുന്ന യാഥാർത്ഥ്യങ്ങൾ പങ്കുവച്ചു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനെ വിശ്വസിച്ച് പല സ്ഥലങ്ങളിൽ പോയി. ഒരു കുട്ടിയുണ്ടായി. സമൂഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ആ കുട്ടിയെ ഞെക്കിക്കൊന്നു. അവർ ജയിലിലാണ്. അങ്ങനെ ജയിലിലായിരുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഉറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തും തുറിച്ചു നോക്കുന്ന 2 കുഞ്ഞിക്കാലുകൾ, കുഞ്ഞിക്കണ്ണുകൾ, കുഞ്ഞിക്കൈകൾ എന്നെ എപ്പോഴും ഞാൻ തുറിച്ചു നോക്കുകയാണ്. നുറുക്കപ്പെടലിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, നൊമ്പരങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ, കുറ്റബോധത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഓരോ ആരാധനയിലും നമുക്കുണ്ടായിരിക്കണം. ആ കുറ്റബോധം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് എന്നുള്ളത് ഓർക്കണം. ദൈവത്തിൻ്റെ രക്ഷാകരമായ ദൗത്യം ലോകത്ത് നിർവഹിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തതും യേശു പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എളമ്പൽ ജെറുസലേം മാർത്തോമാ ഇടവകയിലെ ജനങ്ങളിലൂടെ നടക്കുകയാണ്. കർത്താവ് ചെയ്ത ശുശ്രൂഷയുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മാത്രമായി ഒരു ശുശ്രൂഷ നിർവഹിക്കാനായിട്ടില്ല. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ചെയ്ത ശുശ്രൂഷയുടെ തുടർച്ച ഇന്ന് നമ്മൾ നിർവഹിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിലൂടെയാണ് നിർവഹിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഏവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഭക്ഷിപ്പാനായിട്ട് ഭക്ഷണം തരുമ്പോൾ വാ തുറക്കുക എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ എന്തോ ചെയ്യും? വാ തുറക്കും. വായോട് തുറക്കാൻ പറയുകയാണോ? കൊണ്ടുവരുമ്പോഴേ വാ തുറക്കും, അല്ലേ? ഇതുപോലെ ഏവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞും പറയാതെയും എന്തോ ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. പള്ളിയിൽ പോയി കണ്ടിട്ടില്ലാത്ത ആളുകളോട് പറയും, എഴുന്നേറ്റിരിക്കാൻ പറയും. അല്ലാത്ത ആളുകൾ ഏവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത് എന്തോ ചെയ്യും? എഴുന്നേറ്റിരിക്കും. എന്തിനാണ് എഴുന്നേറ്റിരിക്കുന്നത്? നമ്മുടെ ശുശ്രൂഷയെല്ലാം ഏവൻഗേലിയോനുണ്ട്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞ കാര്യമാണ് അവിടെ ഏവൻഗേലിയോൻ ഭാഗത്തുള്ളത്. അത് പഴങ്കഥയല്ല, ചരിത്ര സംഭവമല്ല,
പിന്നെയോ ഇന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് പറയുന്നത്. ആമീൻ, പ്രൈസ് ലോർഡ്. ഇന്നിവിടെ ഏവൻഗേലിയോൻ വായിച്ചു, അത് പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് രാജകൽപ്പന നമ്മൾ എഴുന്നേറ്റ് നിന്നാണ് കേൾക്കുന്നത്, അല്ലേ? മനുഷ്യക്രമികളായ മനുഷ്യർ ഇരുന്നുകൊണ്ട് ഒരിക്കലും അത് കേൾക്കുന്നില്ല. രാജകൽപ്പന ഇരുന്നുകൊണ്ട് നമ്മൾ കേൾക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഏകവും നിത്യവുമായ ആളത്വമാണെന്നുള്ള ഒരു ശുശ്രൂഷയാണ് തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഐക്യപ്പെടുന്ന സഹായിയായിട്ടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മുടെ ശുശ്രൂഷയുടെ തുടർച്ച നിർവഹിക്കപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് എന്നുള്ളത് ഓർക്കണം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലേക്ക് വന്ന ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോട്ടയത്ത് സാറാമ്മ എന്ന് പറയുന്ന ഒരു അമ്മയെക്കുറിച്ച്, കണ്ണു കാണാൻ വയ്യാത്തൊരു അമ്മയെക്കുറിച്ച് നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വലിയ ആഘോഷമൊക്കെ ഈ സമയത്ത് നടക്കുകയുണ്ടായി. സാറാമ്മ എന്ന് പറയുന്ന ആ മാതാവ് ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്നു. ആ ലോട്ടറി വിൽപ്പനക്കാരിയായ മാതാവിൻ്റെ ലോട്ടറി ഒരാൾ വന്നെന്നും മോഷ്ടിച്ചുകൊണ്ട് പോകും. വായിച്ചായിരുന്നു? മോഷ്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ കണ്ണു കാണാൻ വയ്യാത്ത അമ്മ തീരുമാനിച്ചു, പാവപ്പെട്ട സ്ത്രീയാണ്, അവർ തീരുമാനിച്ചു ഒരു ക്യാമറ വെച്ച് ഇതാരാണെന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പെൻ ക്യാമറ ഞാൻ ഉടുപ്പയിൽ കുത്തിയിരുന്നു. അപ്പോൾ മോഷ്ടാവിനെ പിടിച്ചു. മോഷ്ടാവ് ആരാന്ന് പിടിച്ചു. അപ്പോൾ മോഷ്ടാവിനോട് പറഞ്ഞു, നീ ഇതുപോലൊക്കെ ചെയ്തില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് നിന്ന ഒരാൾ ചോദിച്ചു, എന്തിനാ അവനെ വെറുതെ വിട്ടത്, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സാറാമ്മ പറഞ്ഞൊരു വലിയ സാക്ഷ്യമുണ്ട്. അത് നമ്മുടെ മാരാമൻ കൺവെൻഷന് ഇത്രയും വലിയ കൺവെൻഷൻ നടത്തിയാൽ പോലും ഇതുപോലൊരു സാക്ഷ്യം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. സാറാമ്മച്ചി പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ എന്നും ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ് പ്രസംഗിക്കുന്നത്. അത് ഞാൻ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഞാൻ ആ മോഷ്ടാവിനോട് ക്ഷമിച്ചിരിക്കുകയാണ്. അവനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവൻ കൊണ്ടുപോട്ടെ, അവനോട് ക്ഷമിച്ചിരിക്കുന്നു. കാരണം എൻ്റെ പള്ളിയിലെ അച്ഛൻ പ്രസംഗിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ഈ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സുവിശേഷമാണ്. ഇത്രയും വലിയ സുവിശേഷം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എങ്ങും കേട്ടിട്ടില്ല. എന്നാൽ ആ സാറാമ്മച്ചി, കണ്ണു കാണാൻ വയ്യാത്ത സാറാമ്മച്ചി ലോകത്തോട് പറയുന്ന ഒരു വലിയൊരു സാക്ഷ്യമുണ്ട്. ഈ ക്ഷമയും സഹിഷ്ണുതയും എല്ലാം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ക്ഷമയുടേതാണ് പരിശുദ്ധാത്മാവ്. ക്ഷമിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. സ്നേഹം പങ്കുവയ്ക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ്. കൂദാശകളിൽ നിർണായകമായ സാന്നിധ്യം വഹിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ധൈര്യപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ശക്തിയുടേതാണ് പരിശുദ്ധാത്മാവ്. ആ ധൈര്യവും ശക്തിയും ശിഷ്യന്മാർക്ക് ലഭിച്ചപ്പോൾ ആ കഥകടച്ച് മുറിക്കകത്ത് പേടിച്ചിരുന്നതായിട്ടുള്ള ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശ് യേശുവിനെ ഞങ്ങൾക്ക് രക്ഷകനും കർത്താവുമായി ഇതാ വെച്ചിരിക്കുന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. നിങ്ങൾ ക്രൂശ് യേശുവിനെ ഞങ്ങൾക്ക് രക്ഷകനും കർത്താവുമായി ഇതാ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വിലയേറിയ സാക്ഷ്യം അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഈ ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾ ധാരാളം ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ ഈ വിശുദ്ധ കുർബാന സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്നേക്ക് നിശ്ചയിക്കപ്പെട്ട വ്യക്തിക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, ആരാധനയെ കൂടുവാൻ നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ പല വിഷമങ്ങളെ ഞങ്ങൾക്ക് പങ്കിടുവാൻ നിന്റെ തിരുസന്നിധിയിലാകുവാൻ സാധിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നല്ലോ തമ്പുരാനെ. എൻ്റെ ദൈവമേ, പല ഭാരങ്ങളാലും വിഷമങ്ങളാലും ഞങ്ങൾ വന്നിരിക്കുന്നുവല്ലോ ദൈവമേ. എൻ്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ വിഷമങ്ങളെ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നുവല്ലോ ദൈവമേ. ദൈവമേ, രോഗങ്ങളാലും പല പ്രയാസങ്ങളാലും നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്നു. ആരാധനയിൽ നീ ഞങ്ങളുടെ കൂടിയിരിക്കണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ. എൻ്റെ ദൈവമേ, നീ ഞങ്ങളെ ഉടച്ച് പാർക്കണമേ ദൈവമേ. മൺപാത്രങ്ങളാകുന്നുവല്ലോ, തെറ്റുകുറ്റങ്ങൾ പലതും ഞങ്ങൾ ചെയ്തു പോയി. നീ ഞങ്ങളോട് പൊറുക്കണമേ ദൈവമേ. നിന്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ശക്തി നൽകണമേ ദൈവമേ. എൻ്റെ ദൈവമേ, പ്രസംഗിച്ച അച്ഛനെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നുവല്ലോ ദൈവമേ. എൻ്റെ ദൈവമേ, നിന്റെ തിരുസന്നിധിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെയും കുറവുകളെയും ഞങ്ങൾ മാറ്റി ഓർത്ത് ഞങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിന്റെ വേല ചെയ്യുവാൻ അച്ഛനെ സഹായിക്കണമേ. നീ ശക്തീകരിക്കണമേ തമ്പുരാനെ. നയനാൻ ജേക്കബച്ചനെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ പ്രത്യേകമായി സഹായിക്കണമേ ദൈവമേ. ശക്തി നൽകണമേ തമ്പുരാനെ. യുവജനങ്ങളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നുവല്ലോ ദൈവമേ. ജോലിയില്ലാതെയും ഭാരങ്ങളും വിഷമങ്ങളാലും ജീവിക്കുന്നുവല്ലോ ദൈവമേ. അവരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരെ സഹായിക്കണമേ ദൈവമേ.
രോഗങ്ങളാലും പല ഭാരങ്ങളാലും വന്നിരിക്കുന്ന ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് കുർബാന കൊണ്ടുപോകുമ്പോൾ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ നോവുകളെയും വേദനകളെയും നീ മാറ്റി തരണമേ തമ്പുരാനെ. നീ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ ദൈവമേ. കുർബാനയിൽ നീ കൂടിയിരിക്കണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. നല്ലൊരു ആരാധനയോടെ ഞങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ ഒരു പുതുമയോടെ ഞങ്ങൾക്ക് ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ ദൈവമേ. പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും നിന്റെ കൃപയുണ്ടാകണമേ. ആമേൻ.